ഹലോ ഗൈസേ, സുഖല്ലേ? എനിക്ക് ഈ വീഡിയോയ്ക്കകത്ത് എന്ത് പറയണം എന്ന് അറിഞ്ഞൂടാ, എന്ത് ചെയ്യണം എന്ന് അറിഞ്ഞൂടാ. പ്രത്യേകിച്ച് ഒന്നുമില്ല ഇതിന്റെ അകത്ത്. ഈ വീഡിയോ ഒട്ടും എന്റർടൈനിങ് അല്ല. തമ്നെയിൽ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. തമ്നെയിലകത്തും പ്രത്യേകിച്ച് ഒന്നും ഇല്ല അല്ലേ. ആൻഡ് ഇത് ഭയങ്കര റോ വീഡിയോ ആയിരിക്കും. ഇതിന്റെ അകത്ത് ഒട്ടും എഡിറ്റിംഗ് ഇല്ല, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇല്ല, BGMs ഇല്ല, മറ്റേ അങ്ങനെ കുറെ സാധനങ്ങളൊന്നുമില്ല. ഈ വീഡിയോക്കകത്ത് മൊത്തം എന്റെ ബ്ലാ 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 കളിക്കും. ആൻഡ് കുറേ അധികം ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നിട്ടുണ്ട്. എന്തുകൊണ്ട് പ്ലേ ബട്ടൺ അൺബോക്സ് ചെയ്യുന്നില്ല, എന്തുകൊണ്ട് ലൈവ് ഇടുന്നില്ല? ഇതിനുള്ള ഉത്തരമൊക്കെ ഞാൻ പറഞ്ഞുതരാം. അപ്പൊ എനിക്ക് ഇങ്ങനത്തെ സംഭവങ്ങൾ വരുമ്പോൾ എനിക്ക് വിശക്കും. കൂടുതൽ ഇങ്ങനെ രാത്രി നീറ്റ് ഫുഡൊക്കെ ഉണ്ടാക്കി തിന്നുന്ന ടൈപ്പാ. ആൻഡ് നമുക്ക് എന്തെങ്കിലുമൊക്കെ തിന്നാം. അപ്പൊ നമുക്ക് മാഗി എടുക്കാം. ഞാൻ മാഗി എടുക്കാം, പാൻ എടുത്തോണ്ട് വരട്ടെ. സന്തോഷമുണ്ട്, ഒറ്റ മാഗി ഉണ്ട്, ഒരെണ്ണം ഉണ്ട്, എനിക്കുള്ള ഒരെണ്ണം ഉണ്ട്. ബാക്കി എൻ്റെ അനീത്തി തീർത്തു. ആൻഡ് നമ്മളെവിടെ പറഞ്ഞിട്ട് ഈ വെള്ളം ഒന്ന് തിളക്കട്ടെ. അപ്പം അൺബോക്സിങ് എന്താ ഇല്ലാത്ത, ലൈവ് എന്താ ഇല്ലാത്ത? ഈ ഈ വീഡിയോ ഞാൻ വേറൊരു ഉദ്ദേശത്തും കൂടി ചെയ്യണത്. ആൻഡ് കാരണം എന്ന് വെച്ചാൽ ഇങ്ങനെ കുറെ ആൾക്കാർ ചാനൽ തുടങ്ങാതിരിക്കുന്നുണ്ടാവും. ചാനൽ തുടങ്ങാതിരിക്കുന്നവരുടെ അടുത്ത് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ചാനൽ തുടങ്ങാൻ ഭയങ്കര എളുപ്പമായിരിക്കും. ചാനലിൽ ജസ്റ്റ് ഒരു ഇമെയിൽ ഐ ഡി തുടങ്ങുക, ചാനൽ ക്രിയേറ്റ് ചെയ്യുക, ലോഗോ ഇടുക, പേരിടുക, വീഡിയോസ് എന്തെങ്കിലുമൊക്കെ ഇടാം. ഈ പ്രശ്നം വരാൻ പോണത് എപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ വീഡിയോസ് ഒക്കെ ഇട്ട് കുറച്ച് കഴിയുമ്പം ഉറപ്പായിട്ടും 100% നല്ല കളിയാക്കൽ കിട്ടും. ആദ്യം കിട്ടാൻ പോണത് നിങ്ങളുടെ ഫ്രണ്ട്സിന്റെ അടുത്ത് നിന്നായിരിക്കും. പിന്നെ 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 പയ്യെ പയ്യെ എല്ലായിടത്തും നിന്ന് കിട്ടിക്കൊടുങ്ങും. ആൻഡ് അതൊന്നും എടുത്ത് പ്രശ്നമല്ല, അതൊന്നും എനിക്കൊരു പ്രശ്നമല്ല. എന്റെ ജനുവരി 1-ാം തീയതി ഒക്കെ തുടങ്ങി എല്ലാവരും ന്യൂ ഇയർ റെസൊല്യൂഷൻ ഒക്കെ എടുക്കണ പോലെ എന്റെ മെയിൻ മോട്ടിവേഷൻ ആയിരുന്നു ഈ വർഷം തീരുന്നതിന് മുമ്പ് 100K സബ്സ്ക്രൈബേഴ്സ്. ഞാൻ ഇങ്ങനെ ആലോചിച്ചിട്ട് എത്തുമെന്ന്. പക്ഷെ ഞാൻ പോലും വിചാരിക്കാണ്ട് വിത്തിൻ 4 months അല്ലെങ്കിൽ ഒരു 4.5 മാസം കൊണ്ട് എനിക്ക് 100K സബ്സ്ക്രൈബേഴ്സ് അടിച്ചു. താങ്ക്സ് ടു യു. അടിച്ചു, നല്ല രീതിയിൽ പോയി. അപ്പൊ എന്റെ ഫ്രണ്ടിൽ ഇപ്പൊ ഒരു ബ്ലാങ്കാ, ഒരു സീറോ സാധനം എന്റെ ഫ്രണ്ടിൽ കിടക്കണം. എനിക്ക് ഇനി എന്താ അങ്ങോട്ട് ചെയ്യണം എന്നൊരു വിഷൻ ഇല്ല. അവിടെ ഞാൻ സ്റ്റെക്കാണ്. പക്ഷെ ഞാൻ വീഡിയോസ് കണ്ടിന്യൂ ആയിട്ട് ഇടുന്നുണ്ട്, എല്ലാ ദിവസവും വീഡിയോ ഇടുന്നുണ്ട്, എല്ലാ ദിവസവും കമന്റ്സ് റിപ്ലൈ കൊടുക്കുന്നുണ്ട്. എങ്ങനെ സ്റ്റെക്കാ? ഇനി അടുത്ത് എന്ത് ചെയ്യണം, അടുത്ത ഞാൻ എന്ത് പ്രിപ്പയർ ചെയ്യണം? ഇതുപോലെ പല ആൾക്കാരും കടന്നു വേണ്ടാവും. ലൈക്ക് നിങ്ങളൊരു 10ാം ക്ലാസ് കഴിഞ്ഞ് 10ാം ക്ലാസ് കഴിഞ്ഞിട്ടിരിക്കുന്ന ആൾക്കാരല്ലേ, ഇനി +1 +2 എന്ത് എടുക്കണം? ഇപ്പൊ ഞാൻ ആ കോഴ്സ് എടുത്തതിന് ശേഷം അത് കഴിഞ്ഞിട്ട് എന്തിനും ആ ഒരു സാധനമില്ലേ, അത് തന്നെ എനിക്കും ഇപ്പൊ. അപ്പം ഞാൻ ഇങ്ങനെ എന്ത് ചെയ്യണം എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് ഞാൻ മെയിൻലി ലൈവ് ഇടാത്തത്. ലൈവ് ഇടുമ്പോൾ എനിക്കിങ്ങനെ ചത്തോ ചതഞ്ഞോ എന്നിങ്ങനെ പറഞ്ഞ് ഒരു എനർജറ്റിക് ആയിട്ട് ഇടാനാണ് എനിക്കിഷ്ടം. ഇതിപ്പോ ഞാൻ ഒരു ചത്തയാന്ന് പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുക. അപ്പൊ എനിക്ക് എന്ത് ചെയ്യണം എന്നൊരു പിടിയില്ല. ഞാൻ അങ്ങനെ കുറെ ലൈവിൽ വന്ന് ഇരുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ പിള്ളേർ ചോദിക്കുകയും ചെയ്തു എന്താ പറ്റിയേ, പിന്നെ നിങ്ങളെയും കൂടി ഇങ്ങനെ ചുമ്മി ഇരുത്തി ബോറടിപ്പിക്കുന്ന ശരിയല്ലോ എന്ന് വിചാരിച്ചാണ് ഞാൻ ഇടാത്തത്. പിന്നെ ഇനി ഞാനത് ഒന്ന് തിളയ്ക്കാവോ, ഇനി ഞാനത് പറയാണ്ടിരുന്ന ഇവൻ എന്ത് തേങ്ങ കാണിക്കുകയെന്ന് ഞാൻ നിങ്ങൾക്ക് തരാത്ത റെസ്പെക്ട് ഇല്ലാത്ത പോലെ ആയിപ്പോ. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ഇടുന്നത്. അതാണ് ഞാൻ മെയിൻലി ഈ ലൈവും കാര്യങ്ങളൊന്നും ഇടാത്തത്. എനിക്ക് ഫ്രണ്ടിലേക്ക് എന്ത് ചെയ്യണം എന്നൊരു ഐഡിയ ഇല്ല. എനിക്കിപ്പോ വേണ്ടെന്ന് പറഞ്ഞ് സാധാരണ എനിക്ക് ഇങ്ങനെ എന്തെങ്കിലും സിറ്റുവേഷൻ വരുമ്പോൾ ഞാൻ എൻ്റെ ഒരു ബുക്ക് ഉണ്ട്, ഞാൻ ഇങ്ങനെ കുറെ എഴുതി വെക്കണ ബുക്ക്. ആ ബുക്ക് തുറന്നു നോക്കിയിട്ട് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. പക്ഷെ ആ ഒരു ക്ലിയർ ആവണം. സോ നിങ്ങൾക്ക് എന്തെങ്കിലും എനിക്ക് മോട്ടിവേഷൻ തരാനുണ്ടെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടെങ്കിലും ഒക്കെ ആ കമന്റ് ബോക്സിൽ എന്തെങ്കിലുമൊക്കെ എഴുതിയിടാം. പിള്ളേരോട് മോട്ടിവേഷൻ ചോദിക്കുന്നു ഞാൻ. അപ്പൊ അതാ സംഭവം. അങ്ങനെയൊക്കെ. പിന്നെ പ്ലേ ബട്ടൺ ഉണ്ടോ, എന്താണ് അൺബോക്സ് ചെയ്യാത്തത്? എനിക്ക് പ്ലേ ബട്ടൺ കളച്ചല്ല, എനിക്ക് പ്ലേ ബട്ടൺ കിട്ടി. ഒരു സാധനം നിൽക്കാത്ത ചാടിപ്പോയി പോകും. എനിക്ക് പ്ലേ ബട്ടൺ കിട്ടി, നിങ്ങളെല്ലാവരും അറിഞ്ഞല്ലേ. പ്ലേ ബട്ടൺ കിട്ടി, അത് നിങ്ങളെല്ലാവരും അറിഞ്ഞു. ആൻഡ് അതെന്താ അൺബോക്സ് ചെയ്യാത്ത? എനിക്ക് അത് അൺബോക്സ് ചെയ്യുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി ചെയ്തു തീർക്കാണ്ട് ചെയ്യണം. അതാണ് ഞാൻ മെയിൻലി അൺബോക്സ് ചെയ്യാണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ നോർമലി എല്ലാ ആൾക്കാരും ചെയ്യുന്ന ഒരു ടേബിളൊക്കെ എടുത്തിട്ട് ചുമ്മാ അൺബോക്സ് ഒക്കെ ചെയ്ത് ഗൈസ് ഞാൻ ഇങ്ങനെ കുറെ കഷ്ടപ്പെട്ടു, അങ്ങനെ എനിക്ക് എല്ലാവരോടും ഭയങ്കര സ്നേഹമാണ്, താങ്ക് യു, ഇനി സപ്പോർട്ട്, അങ്ങനെയൊന്നും. നിങ്ങളത് കണ്ടു മടുത്തൊരു സാധനമാണ്. നിങ്ങൾ എന്തോരം പ്ലേ ബട്ടൺ ആ പെട്ടി ചുമ്മാ പൊട്ടിച്ച് പ്ലേ ബട്ടൺ കളി, അതൊരു വലിയ കാര്യമാണ്. ഈവൻ ദോ അതിങ്ങനെ എല്ലാവരും ചെയ്യുന്ന ഒരു സാധനം തന്നെ റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്റെ ചാനൽ ഓഡിയൻസ് ഞാൻ പുതിയതായിട്ടൊന്നും കൊടുക്കണല്ലോ. സോ അങ്ങനെ ഒരു കാര്യം മൈൻഡിൽ കണ്ടിട്ടുണ്ട്. അതെന്തായാലും എനിക്ക് ചെയ്യണം എന്ന് തന്നെയാ.
ആ കാര്യം ചെയ്യാണ്ട് ഞാൻ ആ സാധനം അൺബോക്സ് ചെയ്യത്തില്ല എന്ന് പറഞ്ഞാൽ ചെയ്യത്തില്ല. അതെനിക്ക് വേണം. ഇനി ഇതിപ്പോ അത് ചെയ്യാൻ വേണ്ടി എനിക്ക് 10-12 വർഷം, ഒരു 5-6 വർഷം വെയിറ്റ് ചെയ്യേണ്ട വന്നാൽ പോലും ഞാനത് ചെയ്യും. അത്രയും നാളൊന്നും പോകത്തില്ല, ഞാനിപ്പോ തന്നെ ചെയ്യും. ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞ അതാണ് മെയിൻ റീസൺ. അപ്പൊ എനിക്ക് പറയാനുള്ളത് എന്താ പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റെക്കായി പോകും എവിടെയെങ്കിലും വെച്ച്. ഓക്കെ, ഇനി കം ടു ദി മെയിൻ പോയിന്റ്. ഇനി അങ്ങോട്ട് എനിക്ക് വീഡിയോ ചെയ്യാൻ ഭയങ്കര മോട്ടിവേഷൻ ഒന്നും ഉണ്ടാകാൻ ചാൻസില്ല. കാരണം എനിക്കൊരു പോയിന്റ് എത്തുമ്പോൾ എനിക്ക് തോന്നും എന്തിനാ അങ്ങനെയൊക്കെ തോന്നും. സോ ഇനി എനിക്ക് പറയാനുള്ള എൻ്റെ ഓഡിയൻസിനോടല്ല, എന്നോട് തന്നെ എനിക്ക് പറയണം. ഈ വീഡിയോ ഇവിടെ തന്നെ കിടക്കും. നിങ്ങൾക്ക് ആരെങ്കിലും ചാനൽ തുടങ്ങണമെങ്കിൽ, അങ്ങനെ ആഗ്രഹമുള്ളവരും എപ്പോഴെങ്കിലും ഒരു പോയിന്റിൽ ഡൗൺ ആയി പോകുക, അല്ലെങ്കിൽ മോട്ടിവേഷൻ ഇല്ലാണ്ട് എങ്ങനത്തേലൊക്കെ പറഞ്ഞിരിക്കണം സമയത്ത് ഈ വീഡിയോ എടുത്ത് നോക്കിയാൽ മതി. അതായത് ഇനി ഞാൻ പറയാൻ പോണ കാര്യങ്ങൾ കേട്ടോ. ഈ ചാനൽ ഞാൻ 6 വർഷം മുമ്പ്, ഇത് ഞാൻ എന്നോട് തന്നെ പറയണം കേട്ടോ. എടാ, നീ ഈ ചാനൽ തുടങ്ങാൻ നേരത്ത് 6 വർഷം മുമ്പ് നീ ഒരു ചാനൽ തുടങ്ങി. ആ ചാനൽ തുടങ്ങാൻ വേണ്ടി നീ കുറെ നാൾ വീട്ടിൽ പറഞ്ഞിട്ട് ഒരു ഇമെയിൽ ഐ ഡി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി കുറെ നാൾ പുറകെ കിടന്ന് നിനക്ക് ഒരു ഇമെയിൽ ഐ ഡി ക്രിയേറ്റ് ആയി കിട്ടി. നീ ഒരു ചാനൽ തുടങ്ങി. നീ ചാനൽ തുടങ്ങി ഫാമിലി ബ്ലോഗും എല്ലാവരുമായിട്ട് വീട്ടുകാരൊക്കെ ആയിട്ട് വീഡിയോ ഇട്ട് നീ അത് നല്ല രീതിയിൽ കൊണ്ടായി. അങ്ങനെ ഒരു 10ാം ക്ലാസ് +1 എത്തിയപ്പോൾ കുറെ പുറത്തുനിന്ന് വന്ന ആൾക്കാർ, അതായത് നിനക്ക് പോലും അറിയില്ല, നിനക്ക് ഒരു ബന്ധമില്ലാത്ത കുറെ ആൾക്കാർ, ഫ്രണ്ട്സ് ഒക്കെ വന്ന് നിന്റെ അടുത്ത് ഇങ്ങനെ പറയാം, നീ എന്ത് തേങ്ങയാണ് കാണിക്കുക, അങ്ങനെ പറഞ്ഞ് നീ നിന്റെ ആദ്യത്തെ ചാനൽ നീ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. നീ കഷ്ടപ്പെട്ട് നിന്റെ ഫസ്റ്റ് 6 വർഷം ഗ്രൈൻഡ് ചെയ്തെടുത്ത ചാനൽ നീ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. നിനക്ക് നീ അത് എടുക്കാൻ പറ്റില്ല. അത് കഴിഞ്ഞ് നീ ഒരു ഇൻസ്റ്റഗ്രാം പ്രൊഫൈൽ തുടങ്ങി, ഓർക്കണ്ടോ? ഇത് ഞാൻ എന്നോട് തന്നെ പറയുന്നത് കേട്ടോ. ഇൻസ്റ്റഗ്രാം പ്രൊഫൈൽ തുടങ്ങി, അതിലൊരു 1K നീ കഷ്ടപ്പെട്ട് എത്തിച്ചു. അത് നീ ഇപ്പൊ സ്റ്റോപ്പാക്കി. അത് കഴിഞ്ഞ് ഒരു വാശിപ്പുറത്ത് തുടങ്ങിയതാണ് ഈ ശ്രീ എന്ന് പറയുന്ന ചാനല്. ആൻഡ് അത് നീ 1 ലക്ഷം സബ്സ്ക്രൈബേഴ്സിൽ എത്തിച്ചു. അതിന്റെ ഇടയ്ക്ക് നീ കുറെ കളിയാക്കൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. ആൻഡ് അതൊന്നും മൈൻഡ് ചെയ്യാണ്ട് നീ അവിടം വരെ എത്തുകയും ചെയ്തു. ഇപ്പൊ നീ ഇവിടം വരെ നിൽക്കണമുണ്ട്. സോ ഇനി നിനക്ക് ഈ കളിയാക്കൽ കിട്ടും. അത് കിട്ടാണ്ടിരിക്കാൻ പോകണ്ട. എല്ലാ സ്ഥലത്തും ഉണ്ടാവും ഒരു നെഗറ്റീവ് കോളി, എവിടെയെങ്കിലും ഒക്കെ ഉണ്ടാവും കുറെ ഊളകള്. ആൻഡ് അത് നീ മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. എന്തിനാ മൈൻഡ് ചെയ്തിട്ട്? അവൻ വല്ല നിനക്ക് കൊണ്ട ചെലവിന് വരുമോ? അല്ലെങ്കിൽ അവനാണോ നിന്നെ എല്ലാ കാര്യം ചെയ്യാൻ നോക്കണേ? അല്ലെങ്കിൽ അവരാണോ നിന്നെ എന്തെങ്കിലും ചെയ്യാൻ നോക്കണേ? അല്ല. നീ ചെയ്യാനുള്ളത്, നിനക്ക് ചെയ്യാനുള്ളത് നിനക്ക് നിന്നെ തന്നെ നോക്കണം, നിന്റെ ഫാമിലി നോക്കണം. അത്രേ ഉള്ളൂ നിനക്ക്. വേറെ ഒന്നുമില്ല എന്റെ അകത്ത്. നീ നിന്റെ ഫാമിലി, ദാറ്റ്സ് ഇറ്റ്. അത്രേ ഉള്ളൂ. സോ അതിനു വേണ്ടി നിനക്ക് പുറത്തുനിന്ന് ഒരുത്തം പറയണ ഒപ്പീനിയൻ നിനക്ക് എടുക്കേണ്ട ആവശ്യമില്ല. അത് ആര് പറഞ്ഞാലും പുറത്തുനിന്ന് ഒരുത്തം വന്ന് നിന്റെ അടുത്ത് അത് ചെയ്യരുതെന്ന് പറഞ്ഞ് മൈൻഡ് ചെയ്യണ്ട. അൺടിൽ നിനക്കത് തെറ്റാൻ തോന്നുന്ന വരെ നീ ആ കാര്യം ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കണം. നിനക്കത് തെറ്റാൻ തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ നിർത്തിക്കണം. അല്ലാണ്ട് ഒരു മൂന്നാമതൊരുത്തം വന്ന് പറഞ്ഞു ചെയ്യേണ്ട ഒരാവശ്യമില്ല. എനിക്കറിയാം ഞാൻ കുറച്ച് റീസൺ ഉണ്ടെന്ന്, ബട്ട് ഇതെനിക്ക് കുറച്ചാൾ എടുത്ത് നോക്കുമ്പോൾ എനിക്ക് തന്നെ ഒരു മോട്ടിവേഷൻ ആണോ. സോ നിനക്ക് ചെയ്യാനുള്ള എന്താന്ന് വെച്ചാൽ ഈ സ്പോട്ടിൽ നീ ചെയ്തോണം. ഈ സ്പോട്ടിൽ ഇപ്പോ മാഗി തിളച്ച് ഈ സ്പോട്ടിൽ നീ ചെയ്തോണം. ആൻഡ് ഒറ്റ ലൈഫുള്ളൂ, ഒറ്റ ലൈഫുള്ളൂ. അപ്പൊ നിനക്ക് ചെയ്യാനുള്ള എല്ലാം ഒറ്റ ലൈഫിൽ തന്നെ നീ ചെയ്തു തീർത്തോണം. പിന്നെ നിനക്ക് ഒരു റിഗ്രറ്റ് ഉണ്ടാവരുത്. അയ്യോ, എനിക്ക് ഇന്നലെ ആ കാര്യം ചെയ്യായിരുന്നല്ലോ, ഇന്നലെ ആ കാര്യം ചെയ്തായിരുന്നു, ഇന്ന് എനിക്ക് ഇതിന്റെ ബാക്കി ചെയ്യായിരുന്നല്ലോ, അതിന്റെ ബാക്കി ചെയ്യാമായിരുന്നു എന്ന് നിനക്ക് ഒരിക്കലും തോന്നരുത്. കാരണം ഇന്നലെ ചെയ്യേണ്ട കാര്യം ഇന്നലെ തന്നെ ചെയ്യണം, ഇന്ന് ചെയ്യേണ്ട കാര്യം നീ ഇന്ന് തന്നെ ചെയ്യണം. മാറ്റി വെച്ചിട്ട് ഒരു കാര്യമില്ല. അങ്ങനെ മാറ്റി വെച്ചാണ് നീ ഈ സാധനം നിനക്ക് ആ 6 വർഷം മുമ്പ് തുടങ്ങിയ ആ അവന്മാര് പറയണ കേൾക്കാണ്ട് നീ ആ ചാനൽ അവിടെ തന്നെ ഇട്ട് നീ ആ ചാനലിൽ തന്നെ വീഡിയോ അപ്ലോഡ് ചെയ്ത് നീ 100K കഴിഞ്ഞ് നിനക്കൊരു 500K 1 million അടിക്കാനുള്ള കേപ്പബിലിറ്റി ഉണ്ട്. ആ കേപ്പബിലിറ്റി നീ 6 വർഷം കൊണ്ട് നിനക്ക് അവിടെ തന്നെ എത്തിയേനെ. നീ ഇപ്പൊ കാണുന്ന സാധനങ്ങൾ നിനക്ക് കുറച്ചാൾ മുമ്പ്, അതായത് നീ ഇപ്പൊ എന്തൊക്കെ ഡ്രീം ചെയ്യണ്ടോ അത് നിനക്ക് ഇപ്പൊ കയ്യിലുണ്ടായേനെ. അതായത് ആ സിൽവർ പ്ലേ ബട്ടൺ ഇപ്പൊ നിന്റെ കയ്യിൽ ഇരിക്കണ പോലെ ഒരു കയ്യിൽ സിൽവർ പ്ലേ ബട്ടൺ, മറ്റേ കയ്യിൽ ഡയമണ്ട് പ്ലേ ബട്ടൺ, ഗോൾഡൻ പ്ലേ ബട്ടണും, ഡയമണ്ടെങ്കിൽ ഡയമണ്ട്, അത് പിടിക്കാനുള്ള കേപ്പബിലിറ്റി നിനക്ക് ഉണ്ടായേനെ. സോ നിനക്ക് എന്ത് ചെയ്യാൻ തോന്നണോ അത് നീ ഇപ്പൊ ചെയ്യണം, ഈ നിമിഷം ചെയ്യണം. നോൺ കെയർസ് അബൌട്ട് യു. നീ ആ കാര്യത്തിൽ സക്സസ് ആവണവരെ എന്റെ പൊന്നോ ചുറ്റും ഈച്ച കൂടിയിരിക്കണ പോലെ കുറെ എണ്ണങ്ങളുണ്ടാവും. അതൊക്കെ മാറ്റി വെച്ച് നീ നിനക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യുക, ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യുക, ചെയ്തോണ്ടിരിക്കുക, മുമ്പോട്ട് വെക്കുക. നീ ഇപ്പൊ പുറകിലായി ഇന്നലെ ആ ചെയ്ത കാര്യം ശരിയായില്ല, അതവിടെ പോട്ടെ, നീ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നിനക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല അതിൻ്റെ അകത്ത്, അതവിടെ പോട്ടെ. അതിപ്പോ എന്ത് കാര്യത്തിലാണെങ്കിൽ കഴിഞ്ഞ കാര്യത്തിനെ കുറിച്ച് ഓർത്തിട്ട് ഒരു കാര്യമില്ല. ഇനി നമുക്ക് ഫ്യൂച്ചറിൽ എന്ത് ചെയ്യാൻ നോക്കിയിട്ട കാര്യമുള്ളൂ. സോ അതായത് നീ പണ്ട് പോലെ പറഞ്ഞുകൊണ്ട് നടക്കണ, ഈവൻ നിന്റെ ഫോണിന്റെ വാൾപേപ്പർ അടക്കം, ഡു വാട്ട് യു തിങ്ക്, ഡോണ്ട് തിങ്ക് അബൌട്ട് അതേഴ്സ് തോട്ട്, ഇറ്റ്സ് ഓൾ അബൌട്ട് യു, ബൈ ദേവ്. അതാണ് എന്റെ വാൾപേപ്പർ. അത്രേ ഉള്ളൂ. അതങ്ങ് നീ ചെയ്താൽ മതി. ഈ വീഡിയോ ഭയങ്കര ലോങ് ആയിട്ടുണ്ടാവും, പക്ഷെ ഇത് എനിക്ക് കാണാനുള്ള വീഡിയോ. സോ അത്രേ ഉള്ളൂ. മാഗി ഇത് ഞാൻ ഒരു സ്പൂൺ എടുത്തുകൊണ്ട് വരട്ടെ. എന്തായാലേ ഒരു 5 മിനിറ്റ് കൂടി ഞാൻ എന്നെ ചാർജ് ആക്കി. ഒരു 5 മിനിറ്റ് കൂടി ഞാൻ എന്നെ തന്നെ ചാർജ് ആക്കി. അപ്പൊ എനിക്ക്
പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നീ കുറേ റീസൺസും കിട്ടുന്നുണ്ട്. ലൈക്ക് കളറിന്റെ കാര്യത്തിൽ എന്റെ ഹൈറ്റ് 10ാം ക്ലാസ്സിലൊക്കെ ഞാൻ ഇത്ര ഉണ്ടായിരുന്നുള്ളൂ. ഹൈറ്റിന്റെ കാര്യത്തിൽ നിനക്ക് കുറെ ക്രിറ്റിസിസം നേരിട്ടുണ്ടാവുന്നുണ്ട്. അങ്ങനെ ഉച്ചാരണമൊക്കെ തെറ്റായിരിക്കും, ആ സാധനം നേരിട്ടുണ്ടാവുന്നുണ്ട്. റേസിസം, കളറിന്റെ കാര്യത്തിൽ 10ാം ക്ലാസ്സിലൊക്കെ എന്നെ കാണണമായിരുന്നു. അങ്ങനെ അപ്പോ ഈ കളറോ ഹൈറ്റോ ഇതൊന്നും ഒരു മാറ്റർ അല്ല, ഒരു തുള്ളി പോലും മാറ്റർ അല്ല. അത്രേ ഉള്ളൂ. ഈ 5 മാഗി ഉണ്ടാക്കാൻ 5 ഇത്രയായി. സോ ഫ്യൂച്ചർ അമ്പാടി അല്ലെങ്കിൽ ഫ്യൂച്ചർ ദേവദർശ് അല്ലെങ്കിൽ ഫ്യൂച്ചർ ശ്രീ, എനിക്ക് എന്തെങ്കിലും ഒരു ഡൗൺ ടൈം വന്നാ ഇത്രയും ചെയ്താൽ മതി. യൂട്യൂബിൽ ഇവിടെ ഈ വീഡിയോ ഇവിടെ തന്നെ അടങ്ങുന്നുണ്ട്. ഈ വീഡിയോ ഇരുന്ന് നീ കാണുക, ഒരു മാഗി ഉണ്ടായിക്കൊണ്ടത് കാണുക, അതാണ് കറക്റ്റ്. ആ ആ വീഡിയോ കണ്ടതിന് ശേഷം നീ ആ കാര്യങ്ങളൊക്കെ മറന്നോളും. എനിക്ക് 100% ഉറപ്പാണ്. ഞാൻ മാത്രമല്ല, എന്റെ അതേ സിറ്റുവേഷനിൽ കൂടെ പോണ ആൾക്കാർക്ക് ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ എന്തായാലും മോട്ടിവേറ്റഡ് ആവും, അല്ലെങ്കിൽ അത് അടുത്ത കാര്യം ചെയ്യാനുള്ള ഒരു ഇതാവും എന്ന് എനിക്ക് 100% ഉറപ്പാണ്. സോ ദേവദർശ് അല്ലെങ്കിൽ എന്റെ ഫ്രണ്ട്സ്, എന്റെ പിള്ളേരെ, എനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുക, ഹാർഡ് വർക്ക് ചെയ്യുക, വർക്ക് ചെയ്തോണ്ടിരിക്കുക. ഏതെങ്കിലും ഒരു പോയിന്റ് നിനക്ക് സാധനം കിട്ടിയിരിക്കും. ചിലപ്പോൾ കുറച്ച് നാൾ കഴിഞ്ഞിട്ടായിരിക്കും അത് നിനക്ക് കിട്ടാൻ വേണ്ടിയിരിക്കുന്നത്. നീ അതിന് മുമ്പ് ഒരു ദിവസം മുമ്പ് നിനക്ക് ഡ്രോപ്പ് ചെയ്താലും പിറ്റേ ദിവസം കിട്ടുന്ന സാധനം നിനക്കത് കിട്ടില്ല. സോ റിസൾട്ട് എന്തായാലും കിട്ടും, ചെയ്തോണ്ടിരിക്കുക. അപ്പം ഈ മാഗി ഉണ്ടാക്കിക്കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗൺ ടൗൺ വരുവാണെങ്കിൽ മാഗി ഉണ്ടാക്കുക, വീഡിയോ കാണാൻ തീർന്നു. സോ അത്രേ ഉള്ളൂ ഗൈസ്. പ്ലേ ബട്ടൺ അൺബോക്സിങ് വീഡിയോയും ലൈവും പിന്നെ പുതിയൊരു ആളെ, അതായത് ഞാനായ ദേവദർശൻ, ഞാൻ ഒരു പുതിയ ഒരാളായിട്ട് ഈ മാസം അടുത്ത മാസമൊക്കെ ആവുന്നതിൽ ഒരു പുതിയ എന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും. സോ ഈ സപ്പോർട്ട് അതുപോലെ തന്നെ ഉണ്ടാവും ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇതാണ് എന്റെ ക്യാരക്ടർ. അത്രേ ഉള്ളൂ. ഈ വീഡിയോ ലൈക്ക് ചെയ്യാനൊന്നും പറയത്തില്ല, കാരണം ഇത് അങ്ങനെ ഒരു വീഡിയോ അല്ല. ലൈക്ക് ചെയ്യാനോ സബ്സ്ക്രൈബ് ചെയ്യാനോ ഷെയർ അതൊന്നും മാറ്ററേ അല്ല. എനിക്ക് ഈ വീഡിയോ കണ്ടിട്ട് എന്തെങ്കിലും ഉപകാരപ്പെട്ടുണ്ടെങ്കിൽ അതൊന്ന് കമന്റ് ചെയ്യുക, അല്ലെങ്കിൽ എന്നോട് നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അതും കമന്റ് ചെയ്യുക. നെഗറ്റീവ് ആയിക്കോട്ടെ പോസിറ്റീവ് ആയിക്കോട്ടെ എന്തും ആയിക്കോട്ടെ, ജസ്റ്റ് ഒന്ന് കോൺവെർസേഷൻ. ഞാൻ എല്ലാ കമന്റ്സിനും റിപ്ലൈ കൊടുക്കുന്ന ആൾക്കാരാന്ന് നിങ്ങൾക്കറിയാം. സോ അങ്ങനെ എന്തെങ്കിലും പറയാം, അത്രേ ഉള്ളൂ. ഇത് ഒരു സ്ക്രിപ്റ്റോ ഒന്നുമില്ല, ചുമ്മാ ക്യാമറ ഓൺ ചെയ്തിട്ട് ആംഗിൾ കറക്റ്റ് ആണോ നോക്കി മൈക്ക് കണക്ട് ചെയ്ത് പറഞ്ഞു, അത്രേ ഉള്ളൂ. ഇതിനകത്ത് എഡിറ്റിങ്ങോ അങ്ങനെ ഒന്നുമില്ല, നോ കട്ടിങ് ഒന്നുമില്ല. ചിലപ്പോ പാത്രം എടുക്കാൻ പോയി ഞാൻ കട്ട് ചെയ്യേ, അത്രേ ഉള്ളൂ. സോ മറ്റേ ഡയലോഗ് പറയാൻ പറ്റില്ലല്ലോ, ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ, അത്രേ ഉള്ളൂ. അപ്പൊ നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞ കമന്റ്സ് ഒക്കെ ഇടും. അപ്പം അത്രേ ഉള്ളൂ. ഇറ്റ്സ് മീ ശ്രീചേട്ടൻ, അല്ലെങ്കിൽ ദേവദർശ്, അല്ലെങ്കിൽ അമ്പാടി, അത്രേ ഉള്ളൂ. അപ്പം അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ. കുത്തു തരട്ടെ, കുത്ത് ടാറ്റാ പോ.